വയനാട്ടിൽ ദുരന്തമനുഭവിക്കുന്നവർക്കുള്ള സഹായഹസ്തങ്ങൾ നീളുകയാണ്. ഒരു മടിയും കൂടാതെ പണമുള്ളവൻ വയനാടിൻ്റെ പുനർനിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കായി പല രീതിയിലും ഫണ്ട് നൽകുവാൻ തയ്യാറായി വരുന്നുണ്ട്. വീടുകൾ നിർമ്മിച്ചു കൊടുത്തും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ ശരിയാക്കി കൊടുത്തുകൊണ്ടും വയനാടിനെ പഴയ വയനാടൻ പ്രൗഢിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മലയാളികളായ പല പ്രമുഖ വ്യക്തികളിൽ നിന്നും ലഭിക്കുന്നുമുണ്ട്. വയനാട്ടിൽ ഈ ദുരന്തം സംഭവിച്ചപ്പോൾ അവിടെ നേരിട്ടെത്തിയ ഒരു നടനാണ് ശ്രീ മോഹൻലാൽ. അവിടെ മോഹൻലാലായി അല്ല എത്തിയത്, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലായി തന്നെയാണ് ലാലേട്ടൻ എത്തിയത്. അന്ന് മോഹൻലാലിനെ കുറിച്ച് പല ട്രോളുകളും ഉണ്ടായിരുന്നു. കേരളം ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു ദുരന്തമുഖത്ത് ഓടിയെത്തിയ നടനെ ആശ്ലേഷിച്ചുകൊണ്ടുള്ള സൈബർ ഇടങ്ങളിലെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും മോഹൻലാലിനെ ട്രോളാനായി കുറച്ച് ടീമുകൾ അവിടെയും ഉണ്ടായിരുന്നു. ദുരന്തം നടന്ന മുണ്ടക്കൈയിലെത്തിയ മോഹൻലാൽ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റിന്റെ പേരിൽ 3 കോടി രൂപ പ്രഖ്യാപിച്ചു. അത് ഒരു വാർത്തയായി. ഈ 3 കോടി മാത്രമല്ല, തകർന്നുപോയ മുണ്ടക്കൈയിലെ സ്കൂളിന്റെ പുനർനിർമ്മാണത്തിനായുള്ള പ്രവർത്തനങ്ങളും തൻ്റെ ട്രസ്റ്റ് നേരിട്ട് ചെയ്യുമെന്നും മോഹൻലാൽ പ്രഖ്യാപിച്ചു. അപ്പോഴും മോഹൻലാലിന് ട്രോളുകൾ കിട്ടി. ഇതിനിടയിൽ ആർക്ക് സംഭാവന കൊടുക്കണം, സംഭാവന എങ്ങനെ കൊടുക്കണം എന്നുള്ള ചർച്ചകളും സജീവമായി നമ്മുടെ നാട്ടിൽ. അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. എന്നാൽ ഒരു സംഭാവനയുടെ കഥ പറയാതിരിക്കുവാൻ തരവുമില്ല. നമ്മുടെ മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനിലേക്ക് നമ്മളുടെ മലയാളത്തിലെ ഒരു യുവനടി സംയുക്ത മേനോൻ 3 ലക്ഷം രൂപ സംഭാവന നൽകി എന്നുള്ളതാണ് പുതിയ വാർത്ത. തീവണ്ടി എന്ന ചിത്രത്തിലൂടെയാണ് സംയുക്ത മേനോനെ നമ്മൾ അറിയുന്നത്. പിന്നീട് അവർ തമിഴ്നാട്ടിലും അവരുടെ കഴിവുകൾ തെളിയിച്ചു. അങ്ങനെ അത്യാവശ്യം സെലിബ്രിറ്റിയായി വളർന്നു വരുന്ന ഈ നടി നാളെ മുതൽ ചാപ്പകുത്തലിന് വിധേയമാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല സംയുക്ത മേനോൻ സംഭാവന നൽകിയിട്ടുള്ളത്. അവർ മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനാണ് സംഭാവന നൽകിയത്. അതുകൊണ്ട് തന്നെ ചാപ്പകുത്തലിനുള്ള അടുത്ത ഇര ഈ സംയുക്ത മേനോൻ എന്ന നടിയായിരിക്കും. എന്തായാലും സംഭാവന കൊടുക്കണമെന്ന് മാത്രമേ പാവം ഈ നടി ആഗ്രഹിച്ചിട്ടുണ്ടാവുള്ളൂ. അത് സിനിമ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ ഡയറക്ടറായിരിക്കുന്ന ഒരു ട്രസ്റ്റിന് കൊടുത്താൽ എന്താ എന്ന് പാവം നടി ചിന്തിച്ചു കാണുമായിരിക്കും. തകർന്നുപോയ വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി 3 കോടി രൂപ മഹാനടൻ പ്രഖ്യാപിച്ചു. അപ്പോ അദ്ദേഹം ഒരു മഹാനടനാണ്. അദ്ദേഹത്തിന്റെ ആ വലിയ പ്രഖ്യാപനത്തിന്റെ കൂടെ അതിന്റെ 1% പണം എന്ന 3 ലക്ഷം രൂപ ഈ നടി കൂടി കൊടുക്കാമെന്ന് കരുതി കാണുമായിരിക്കും. അത് മോഹൻലാലിന്റെ ട്രസ്റ്റിലേക്ക് തന്നെ കൊടുത്താൽ അതും ഒരു നന്മയാണല്ലോ എന്ന് അവർ കരുതിയിട്ടുണ്ടാവും. അവരുടെ സഹപ്രവർത്തകന്റെ ട്രസ്റ്റാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന ധാരണയും അവർക്കുണ്ടാവും. അപ്പോ ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുവാനായി മുന്നോട്ടിറങ്ങിയ നടിയെ ചാപ്പ കുത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഒരു വലിയ ദുരന്തത്തിൽ തകർന്നുപോയ വയനാടിനെ തിരിച്ചു പിടിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകണമെന്ന് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും വിളിച്ചു പറയുന്നതും. അതിലേക്ക് സംഭാവനകൾ പെരുകുന്നുമുണ്ട്. എത്ര വിവാദങ്ങൾ ഉണ്ടായാലും സംഭാവന കൊടുക്കുന്നവർ അതിലേക്ക് സംഭാവനകളായി നൽകുന്നുമുണ്ട്. ചിലർ പേര് പോലും വെളിപ്പെടുത്താതെ തന്നെ. അപ്പോൾ ഈ നടി കരുതി കാണും എവിടെയെങ്കിലും സംഭാവന കൊടുക്കണമെന്ന്. അങ്ങനെ മോഹൻലാലിന്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷനിലേക്ക് സംഭാവന കൊടുക്കാമെന്ന് പാവം ആ യുവനടി കരുതി കാണുമായിരിക്കും. പക്ഷേ ഇത് സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ അല്ല പ്രശ്നം, ചില സൈബർ സഖാക്കൾക്കാണ്. അവർക്ക് ഇതെല്ലാം ഒരു സംഘി ചാപ്പയായി കണ്ട് അപ്പോൾ തന്നെ കുത്തിയ ഒരുപാട് പേർ അതേ ചാപ്പയും തലയിൽ ചുമന്നുകൊണ്ട് ഈ നാട്ടിലൂടെ തേരാപ്പാര നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പാവം സംയുക്ത മേനോൻകുട്ടി
പെടുമോ എന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ അറിയേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സംയുക്ത എന്ന നടിയുടെ ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇനി കമന്റുകളുടെ പ്രളയമായിരിക്കും. അങ്ങനെ കമന്റ് ഇട്ട് വെറുപ്പിക്കുവാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് കരുതുന്നവർ ഇതുകൂടി കേൾക്കണം. കഴിഞ്ഞ ഓണക്കാലത്താണെന്ന് തോന്നുന്നു, ഓണത്തിന് മുൻപാണ് എന്നാണ് അറിവ്. അന്ന് നമ്മുടെ സിനിമാ നടൻ ജയസൂര്യ കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ ആലപ്പുഴയിലുള്ള കർഷകരെ കുറിച്ച് ഒരു പ്രസംഗം നടത്തി. അതിനുശേഷം നമ്മുടെ ജയസൂര്യയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ തെറിയുടെ തൃശൂർ പൂരമായിരുന്നു. മാത്രമല്ല, അതുകൊണ്ട് അരിശം തീരാത്തവനാ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറയുന്ന പോലെ തെറി പറഞ്ഞവർക്ക് മതിയാവാത്ത കാരണം നമ്മുടെ ശ്രീലങ്കയിലുള്ള ക്രിക്കറ്റ് കളിക്കാരൻ സനത് ജയസൂര്യയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും പോയി തെറി വിളിച്ചു. പാവം ജയസൂര്യ ഒരു ചിങ്ങപ്പുലരിയിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ താൻ ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ കാണാത്ത ഒരു ലിപിയിൽ കുറെ മെസ്സേജുകൾ. ഇത് കേട്ട് കിഴക്കോട്ട് നോക്കി വാപൊളിച്ചിരുന്ന ഒരു ജയസൂര്യയെയും നമ്മൾ അങ്ങ് ശ്രീലങ്കയിൽ കണ്ടു. അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കാം. നമ്മുടെ സംയുക്ത മേനോൻ എന്നാണ് ഈ നടിയുടെ പേര്. അതിൽ രണ്ടുപേരുടെ പേരുകളും ഉണ്ട്. സംയുക്ത വർമ്മ എന്ന സിനിമാ നടിയുടെ പകുതിയും അവരുടെ ഭർത്താവായ ബിജു മേനോൻ എന്ന ബിജു മേനോന്റെ മേനോനുമുണ്ട്. അതുകൊണ്ട് തന്നെ സംയുക്ത വർമ്മയും ബിജു മേനോനും കുറച്ച് ജാഗ്രത കാണിച്ചാൽ നന്നായിരിക്കും. സംയുക്ത മേനോനോടുള്ള തെറിവിളികൾ മതിയാവാത്തവർ ചിലപ്പോൾ നിങ്ങളെയും ആക്രമിക്കാം. ജാഗ്രത. നന്ദി, നമസ്കാരം.